Hello, good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, start ചെയ്യാം. Okay. വരുന്നവർ വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകൾ, അതായത് 1ഉം 2ഉം പേപ്പേഴ്സിലെ ചാപ്റ്റേഴ്സ് നമുക്ക് ഏകദേശം എന്താ പറയാ കുറച്ച് സമയം കൂടി അത് കഴിഞ്ഞാൽ നമുക്ക് അത് തീർത്ത് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിന്റെ എക്സാം ആണ് ഫസ്റ്റ് സെക്കൻഡ് പാർട്ട്. അപ്പൊ അതിനു മുമ്പുള്ള എന്താ പറയാ പോർഷൻസ് ആണ് നമ്മൾ എടുത്ത് തീർത്തോണ്ടിരിക്കുന്നത്. ഏകദേശം അതിൽ 1ലെയും 2ലെയും പേപ്പേഴ്സിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരെയും കഴിയാറായിട്ടുണ്ടാവും, ടീച്ചേഴ്സിന്റെ ഒക്കെ അല്ലെ. അവരൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ എന്നാണ് ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. റൈറ്റ്, കറക്റ്റ് അല്ലേ? Yes, ma'am. യെസ്. അപ്പോ നിങ്ങൾ കൂടി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടില് 1ാമത്തെ പേപ്പറിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്, 2ാമത്തെ പേപ്പറിൽ 15 ചാപ്റ്റേഴ്സ്, മൊത്തം 28 ചാപ്റ്റേഴ്സ് ആണ് ഈ 1ഉം 2ഉം മൊഡ്യൂളുകളിലായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരം. അപ്പൊ അതിനകത്തുള്ള ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, വേറെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ആ ചാപ്റ്റേഴ്സിൽ നമ്മൾ എല്ലാം എടുത്തു തീർന്നു. ഇപ്പൊ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കുറച്ചൊക്കെയാണ് ഉള്ളത്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതല്ലാതെ വേറെ ചാപ്റ്റേഴ്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളും ഞങ്ങളും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഓളെ മിസ് ഇപ്പൊ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ പുതിയൊരു ചാപ്റ്റർ ലേബർ റൂം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് ക്ലാസ് എടുക്കും. അതിന്റെ ബാക്കി അതെടുത്ത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന കുറെ ടേംസ് ആണ്. ജസ്റ്റ് നിങ്ങൾ അത് വായിച്ച് റെഫർ ചെയ്ത് അത് മനസ്സിലാക്കി വെക്കുക. അടയാളപ്പെടുത്തി തരുന്നതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അത് പഠിക്കണം കാണാതെ. അത് നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നെ. അപ്പൊ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ എഴുതി തന്നിരിക്കുന്നതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. അതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത്. കുറേശ്ശെ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അത് പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതറിയാലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നിനും ഓരോ മാർക്കാണ്. ഒരെണ്ണം തെറ്റിപ്പോയാൽ 1 മാർക്കാ പോവുക. അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നോക്കിയൊക്കെ പഠിക്കാം. അപ്പൊ എടുക്കുന്ന എല്ലാ പോർഷൻസും ഏകദേശം കവർ ചെയ്തു. ഓരോ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹാൻഡിൽ ഇപ്പൊ ഗോയിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് കിട്ടിയ ഇൻഫോർമേഷൻ. അല്ലെ, കറക്റ്റ് അല്ലേ പറഞ്ഞത്? അല്ലേ? ഓക്കെ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. മെഡിക്കൽ ടെർമിനോളജിയിൽ ഇവിടെ വരെ എടുത്തില്ലേ? ഇവിടെ നല്ല എണ്ണി എടുക്കണ്ടേ ആണല്ലോ അല്ലെ? 91st അല്ലെ, 91ാമത്തെ പ്രിഫിക്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ പാർട്ട് ഓഫ് ലെറ്റേഴ്സ് വിച്ച് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ഏതെങ്കിലും ഒരു വേർഡിന്റെ മുൻപില് എന്തെങ്കിലും ലെറ്റേഴ്സോ ഒരു ലെറ്ററോ ഒന്നിലധികം ലെറ്റേഴ്സോ ഒക്കെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. പ്രീഫിക്സ്, മുൻപിൽ ഫിക്സ് ചെയ്യുക എന്നാണ്. അപ്പൊ ആ പ്രിഫിക്സുകളുടെ എക്സാമ്പിൾസ് എന്താണ്? പ്രിഫിക്സുകൾക്ക് എക്സാമ്പിൾസും അതിന്റെയൊക്കെ മീനിങ്ങുകളും ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് വേഗം വായിക്കാം. വായിച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറയുന്നത് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, എന്നിട്ട് അത് പഠിക്കാം. ഓക്കെ. അപ്പൊ നോക്കാം. അടുത്തത് പാര, PARA, പാര. ബിസൈഡ് എന്നാണ് അതിന്റെ മീനിങ്. ബിസൈഡ്. വേറെ അതിന്റെ അർത്ഥത്തിലേക്കോ വേറെ വ്യാപ്തിയിലേക്കോ പോയിട്ട് കാര്യമില്ല. ബിക്കോസ് അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുള്ളൂ.
അല്ലെങ്കിൽ അതിന്റെ കണക്റ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. ഇതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ പാരലൈസിസ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന്റെ മുമ്പിൽ LYSSIS എന്ന് കൂടി ചേർക്കും, അത് വേറെ ബിക്കംസ് അനദർ വേർഡ്, വേറൊരു വേർഡാണ്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് മുഴുവനും ഇത് പ്രിഫിക്സുകളാണ്. പ്രിഫിക്സ്, ആ പ്രിഫിക്സിന് ഉപയോഗിക്കുന്ന മീനിങ് ആണ് മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ അവർ പരസ്പരം അവരുടെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡുകള്, ആ വേർഡുകളിലെ പ്രിഫിക്സ് ഏതൊക്കെയാണ്, അതിന്റെ മീനിങ്ങുകൾ, സഫിക്സുകൾ അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ മീനിങ്, റൂട്ട് ഓഫ് ദ വേർഡ്, മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ്, ഒരു വേർഡിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിനെയാണ് റൂട്ട് വേർഡ് ചോദിക്കുക. അത് പിന്നെ എന്തൊക്കെ അബ്രീവിയേറ്റഡ് ഫോമുകൾ ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാര, ബിസൈഡ് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. പാത്തോ, പാത്ത്/ഓ, പാത്തോ റിലേറ്റിംഗ് ടു പാത്തോളജി അല്ലെ, ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് രോഗം. അപ്പൊ അതുകൊണ്ട് പാത്തോളജി എന്ന് പറയുന്ന ഒരു വേർഡ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പാത്തിന്റെ കൂടെ, പാത്തോന്റെ കൂടെ ഒരു OLOGY ചേർന്നാൽ പാത്തോളജി എന്ന് പറയുന്ന ഒരു വേർഡ് ആകും. പാത്ത് മീനിങ് റിലേറ്റിംഗ് ടു ഡിസീസ്. PR, പെർ, ത്രൂ എന്നാണ് അതിന്റെ മീനിങ്. PR, പെർ, ത്രൂ. നെക്സ്റ്റ് വൺ പെരി, PERI, പെരി, അറൌണ്ട്. നമ്മള് ഏകദേശം അത്രയും അതിന് ചുറ്റും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ആ വേർഡ് മീനിങ് മാത്രം ഉപയോഗിക്കുക. പെരി, PERI, അറൌണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഫാഗ്, PHAG/OND റിലേറ്റിംഗ് ടു ഈറ്റ്, കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാഗ് എന്ന് പറയുന്നത്. അടുത്ത ഫാരിങ്, PHARYNG, ഫാരിങ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്, ത്രോട്ട്, തൊണ്ടയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് ആണ് ഫാരിങ് എന്ന് പറയുന്ന പ്രിഫിക്സ്. അടുത്ത ഫ്ലെബ്, ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ലബോറട്ടറിയില്, ലാബുകളിലൊക്കെ എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളൊക്കെ ലാബിൽ നടത്തുമല്ലോ. നമ്മുടെ ബ്ലഡ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിനൊക്കെ നോക്കി ബ്ലഡ് ഒക്കെ എടുക്കാനായിട്ട് അതൊക്കെ എടുത്ത് എന്താ പറയാ ലാബിലേക്ക് കൊടുക്കുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു പ്രൊസീജിയേഴ്സിലേക്ക് വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണ് ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്ലെബ് എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് അതിന്റെ കൂടെ ചേർത്തതാണ്. അപ്പൊ PHLEB/O റിലേറ്റിംഗ് ടു വെയിൻ, വെയിനിൽ കൂടി ആയിരിക്കും ബ്ലഡ് ഒക്കെ എടുക്കുക ടെസ്റ്റിന് വേണ്ടി. പിന്നെ അടുത്തത് ന്യൂമോ എന്നാണ്. അത് സ്പെല്ലിംഗ് ചെറുതായിട്ടൊന്ന് മാറുന്നത്. PNEUM ആണ്, PE അല്ല കേട്ടാ. E അവിടെ രണ്ടാമത് N കഴിഞ്ഞിട്ടാണ് ഈ വരണ്ടേ. PNEUM/O റിലേറ്റിംഗ് ടു റെസ്പിറേഷൻ ഓഫ് ലങ്സ്, നമ്മുടെ ശ്വാസകോശം, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂമോണിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ന്യൂമോ അല്ലെങ്കിൽ ന്യൂമിന്റെ കൂടെ ഒരു O എന്ന് പറയുന്നത് സ്ലാഷ് കൂടി ഇടുമ്പോ അത് റിലേറ്റിംഗ് ടു ലങ്സ് ആണ്. പോളി മീൻസ് മൾട്ടി, മൾട്ടി എന്നാണ് അതിന്റെ അർത്ഥം. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ, പോസ്റ്റ് മോർട്ടം, ആഫ്റ്റർ എന്നാണ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അതിനുശേഷം, അത് ആഫ്റ്റർ ഡെത്ത് നടത്തുന്ന ഒരു പ്രോസസ്സാണ് പോസ്റ്റ് മോർട്ടം. അപ്പൊ അങ്ങനെ ഒരു വേർഡ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ പോസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിന്റെ മീനിങ് ആഫ്റ്റർ എന്നാണ്. ബിഫോർ നമ്മൾ കോമൺ യൂസേജിലുള്ള പ്രിഫിക്സുകൾ തന്നെയാണ്. പ്രീ ഡിഗ്രി അല്ലെ, അതൊക്കെ. അടുത്തത് എന്താ, പ്രോ എന്ന് പറയുമ്പോൾ ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപ് എന്നൊക്കെയാണ് പ്രോ. അടുത്ത പ്രോക്റ്റ്, PROCT, പ്രോക്റ്റ് റിലേറ്റിംഗ് ടു ദ റെക്ടം, റെക്ടവുമായിട്ട് നമ്മള് എന്താ പറയാ, റെക്ടം അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഓർഗൻസിൽ, അതായത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഓർഗൻസിനകത്തൊക്കെ നമ്മള് കുറച്ച് വേർഡുകളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. തന്നെ അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് റെക്ടം അതിനകത്തൊരു പാർട്ടായിരുന്നു, ഓർഗനായിരുന്നു റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രൈൻ്റെ ഒക്കെ എൻഡ് പാർട്ടൊക്കെ. പ്രോക്റ്റ്. അടുത്തത് സ്യൂഡോ, PSEUD/O, സ്യൂഡോ. P എന്ന് പറയുന്നത് സൈലന്റ് ആണ്, നമ്മൾ വായിക്കേണ്ടത് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസിന് വിരുദ്ധമായത്, അതായത് അതിനെയാണ് സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുക. ശാസ്ത്രത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതൊക്കെ സ്യൂഡോ. അതിന്റെ മീനിങ്ങിൽ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫേക്ക് എന്നാണ് മീനിങ് പറയുന്നത്, ടേക്ക് എന്നല്ല, ഫേക്ക്. F ആക്കുക കേട്ടോ, അത് സ്യൂഡോ, ഫേക്ക് എന്നാണ്. സൈക്കോ റിലേറ്റിംഗ് ടു മൈൻഡ് ആണ് അല്ലെ. നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സൈക്കോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്.
റിലേറ്റിംഗ് ടു മൈൻഡ് ആണ് സൈക്കോ. Then pulmonology. Pulmonology is a department in hospital. ഹോസ്പിറ്റലിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ലങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണത്. അതുകൊണ്ട് തന്നെ അതിന് റിലേറ്റിംഗ് ടു ലങ്സ് എന്നാണ് അതിന്റെ മീനിങ്. പൾമനോ. ഓക്കെ, റിലേറ്റിംഗ് ടു പസ് ആണ്. പസ് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ട് അതൊക്കെ അതെല്ലാം ഇൻഫ്ലേറ്റഡ് ആകുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്ന സംഭവം. പിന്നെ പയൽ, പയലോ, ഇറ്റ്സ് റിലേറ്റിംഗ് ടു കിഡ്നി കേട്ടാ. പെൽവിസ് അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പയലോ. PYEL/O എന്ന് പറയുന്ന പ്രഫിക്സ് ഉപയോഗിക്കാം. അടുത്ത PYO, അതും റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്. PURRO അല്ലെങ്കിൽ PY/OO ഉപയോഗിച്ചാൽ അത് രണ്ടും പസ് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ് ആണ് വരിക. പിന്നെ ഇനി അടുത്തത് FOR എന്ന മീനിങ് വരുന്നത്, അതായത് 4 എന്ന അർത്ഥം കാണിക്കുന്ന 3 പ്രിഫിക്സുകൾ അവിടെ ഒരേപോലെ വരുന്നുണ്ട്. ക്വാഡ്രി, ക്വാഡ് എന്ന് പറയുന്നത് QUADRI/I ആണ്. ക്വാഡ്രിലാറ്ററൽ, 4 വശമുള്ളത്. അതുകൊണ്ട് 4 എന്നതിന് മീനിങ് ഉണ്ട്. ക്വാറ്റ് അതുപോലെ 4 എന്ന മീനിങ് ഉള്ളതാണ്. QUAR, ക്വാർ അതെ 4 എന്ന മീനിങ് വരുന്ന പ്രിഫിക്സ് ആണ്. നെക്സ്റ്റ് റെട്രോ, RETRO, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്, പുറകിലേക്ക് എന്നൊക്കെ മീനിങ് വരുന്ന വേർഡ് ആണ് റെട്രോ എന്ന് പറയുന്നത്. അടുത്തത് റൈൻ, RHIN, റൈനോ. അതെന്താണ്? റിലേറ്റിംഗ് ടു നോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റൈനോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തിൻ ട്യൂബ് ആണ്. അതായത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ് റൈനോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റൈനോ ഇറ്റ്സ് റിലേറ്റിംഗ് ടു നോസിന് ഉള്ളിലേക്ക് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അത് റൈനോസ്കോപ്പ് ആയി മാറും. ഓക്കെ, സ്ലീപ്പിംഗ് എന്ന ഒരു മീനിങ് ഉള്ള പ്രിഫിക്സ് ചേർക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിലേറ്റിംഗ് ടു ട്യൂബ് എന്നാണ്. സ്ലീപ്പ്/O, സ്ലീപ്പിംഗ്/O റിലേറ്റിംഗ് ടു ട്യൂബ് ആണ്. ട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ ഒരു പേജിലുള്ള പ്രിഫിക്സുകൾ. പാര തുടങ്ങിയുള്ളതാണ് 115 വരെ ഈ ഒരു പേജിലുണ്ട്. പക്ഷെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് മാത്രം മാർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ മാർക്ക് ചെയ്യേണ്ടത് പാത്തോളജി. ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന വാക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. പാത്തോ. അടുത്തത് ന്യൂമോ. ഞാൻ സ്പെല്ലിംഗ് ഒന്ന് തിരുത്താൻ പറഞ്ഞിരുന്നു, ന്യൂമോ എന്നാക്കാൻ പറഞ്ഞിരുന്നു. PNEU എന്നാണ്. PNEUM/O, ന്യൂമോ, റിലേറ്റിംഗ് ടു ലങ്സ് ഓർ റെസ്പിറേഷൻ. അത് മാർക്ക് ചെയ്യണം. സ്യൂഡോ മാർക്ക് ചെയ്യണം. സ്യൂഡോ PSEUDO, സ്യൂഡോ മാർക്ക് ചെയ്യണം. അതിന് തൊട്ട് സൈക്കോളജി. നമ്മൾ കേട്ടിരിക്കുന്ന, നമ്മൾ കോമൺ യൂസിലും ഇതൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് റിലേറ്റിംഗ് ടു മൈൻഡ് നമുക്കറിയാം. മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോ. പൾം/O, പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, റിലേറ്റിംഗ് ടു ലങ്സ്. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് ഈ ഒരു പേജിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്. കിട്ടിയോ? എത്ര വേർഡ്സ് ഉണ്ട്? 5 വൺസ് അഗൈൻ പറയാം. പാത്ത്, ന്യൂമോ, സ്യൂഡോ, സൈക്കോ, പൾമോ. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിഫിക്സുകളും അതിന്റെ മീനിങ്ങുകൾ നോക്കാം. അടുത്തത് DCLERO, ഡെൽറോ. അതായത് നമ്മുടെ ഹാർഡ്, അതായത് ചില പാർട്ട് ഓഫ് ദ സ്കിൻ, നമ്മുടെ എന്താ പറയാ സ്കിന്നില് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഹാർഡൻഡ് ആയിട്ടുള്ള സ്കിൻ കാണാൻ സാധിക്കും. സ്കെലേറിയോസിസ് എന്ന് പറയുന്ന ഒരു തരം കാര്യമാണത്. എന്നുവെച്ചാൽ നമ്മുടെ ഏതെങ്കിലും സ്കിന്നിന്റെ ചില ഭാഗങ്ങൾ ഹാർഡൻഡ് ആയിട്ടിരിക്കാം, ഭയങ്കരമായിട്ട് എന്താ പറയാ കട്ടി പിടിക്കുക, അല്ലെ, തയമ്പ് പോലെ എന്നൊക്കെ നമ്മൾ കേട്ടറില്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യം അതിന് സൂചിപ്പിക്കാനുള്ള ഒരു പ്രിഫിക്സ് ആണ് DCLERO/O ഉണ്ട്. ഹാർഡ് എന്നാണ് അതിന്റെ മീനിങ്. ആ വേർഡിൽ നിന്നാണ് സ്ക്ലെറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയാൻ പറ്റില്ല, ഹാർഡൻഡ് പാർട്ട് ഓഫ് സ്കിന്നാണ്, സ്കിന്നിന്റെ ഒരു ഹാർഡൻ ചെയ്യുന്ന ഒരു ഭാഗം, അതിനെയാണ് ആ വാക്ക് കൊണ്ട് അവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നമുക്ക് എക്സാമ്പിളിന്റെ ആവശ്യമില്ല, ഹാർഡ് എന്നതിന്റെ മീനിങ് മാത്രം ചോദിച്ചാൽ മതി. അടുത്തത് സെമി, ഹാഫ്, പാർഷ്യൽ, ഒക്കെ നമുക്ക് അറിയാവുന്ന വേർഡാണ്. സെമി സർക്കിൾ
അല്ലെ, സെമി ഓട്ടോമാറ്റിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ യൂസേജിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സെമി, ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ എന്നാണ് അർത്ഥം. സബ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അണ്ടർ, ക്വാളിറ്റി കുറഞ്ഞത്. സബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞത് എന്നർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സബ് എന്ന് പറയുന്നത് അണ്ടർ എന്നാണ് അതിന്റെ മീനിങ്. സൂപ്പർ, എബവ്, അബൻഡന്റ്, മോർ ദാൻ ദ നോർമൽ, നോർമലിൽ നിന്നും അധികമായത്. അപ്പൊ എബവ് എന്ന വേർഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അബാൻഡന്റ് എന്ന് വേണമെങ്കിൽ വേർഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ സൂപ്പർ ആണ്. അടുത്തത് സുപ്ര, അതും എബവ് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ്. സുപ്ര, മോർ ദാൻ നോർമൽ, നോർമലിനേക്കാൾ എബവ്. നെക്സ്റ്റ് ടാക്കി. ടാക്കി എന്താണ്? TACHY, ടാക്കി. സ്പീഡി എന്നാണ് അതിന്റെ മീനിങ് വരിക. ടാക്കിന്റെ മീനിങ് സ്പീഡി. തെർമ, തെർമ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ ആണ്. തെർമോമീറ്റർ കേട്ടുണ്ടല്ലോ. തെർമോമീറ്റർ എന്താ? എന്തിനു വേണ്ടിയിട്ടുള്ള തെർമോമീറ്റർ എന്താ? ഇറ്റ്സ് എ ഡിവൈസ് അല്ലെ, അതൊരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മെഷർ ദ ടെമ്പറേച്ചർ, ഹ്യൂമൻ ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് തെർമോമീറ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡ് ആയതുകൊണ്ട് ആ വേർഡ് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ഒരു പ്രിഫിക്സ് തെർമ് എന്ന് പറയുന്ന പ്രിഫിക്സ്, ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്ന അർത്ഥം വരുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ് തെർമോമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഓക്കെ, പിന്നെ തൊറാക്, തൊറാക് /O, THORAC/O, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ചെസ്റ്റ്, ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നർത്ഥമാണ്. ട്രാൻസ്, ട്രാൻസ് മീൻസ് ടു ദ അതർ സൈഡ്, അപ്പുറത്തെ വശം എന്നൊക്കെ. പിന്നെ ട്രൈ, ട്രൈക്കളർ, ട്രിക്കളർന്നോ ട്രൈക്കളർന്നോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ട്രൈ, TRI മീൻസ് ത്രീ ടൈംസ്, ത്രീ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. നെക്സ്റ്റ് യൂണി, യൂണി മീൻസ് വൺ, ഒന്ന് അല്ലെ. യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുമല്ലോ. അതുപോലെ യുണിക്, ഒറ്റപ്പെട്ടത് ഒക്കെ, ഒറ്റ, ഒന്ന് എന്നൊക്കെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡിൽ നിന്നും പ്രിഫിക്സ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ യൂണി മീൻസ് വൺ എന്നാണ്. അടുത്ത വാസ്, /O, വെസൽ, എന്തെങ്കിലും തരത്തിലുള്ള പാത്രങ്ങൾ അതിനെയൊക്കെ സൂചിപ്പിക്കാൻ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ VAS/O എന്നൊക്കെ ചിലപ്പോ എഴുതുള്ളൂ. അല്ലാണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ വലിച്ചു വാരി ഇതിന്റെ മുഴുവനും. ഇപ്പൊ തെർമോമീറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ടെമ്പറേച്ചർ അളക്കാനുമായിട്ട് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് THER തെർമോമീറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ആവശ്യമില്ല. ദേ കൻ യൂസ് ദാറ്റ് പർട്ടിക്കുലർ പ്രിഫിക്സ്. ആ ഒരു പ്രിഫിക്സ് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിച്ച് അവർ ആ എഴുത്തുകളെ അവർക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാൻ പറ്റും. അല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ അത് കുറെ ആളുകളൊക്കെ പേഷ്യൻസിനൊക്കെ നോക്കാനും ഒക്കെ ഉള്ളതല്ലേ. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി സമയം അങ്ങനെയൊക്കെ ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രിഫിക്സുകളും അതുപോലെ സഫിക്സും ഒക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റൽസിൽ പരസ്പരം എംപ്ലോയീസ്, സ്റ്റാഫ്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയുമാണ് നമ്മളുടെ പ്രിഫിക്സ് വിഭാഗത്തിൽ വരിക. 127 പ്രിഫിക്സസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഈ പ്രിഫിക്സിൽ ബാക്കിയുള്ളത് ഈ ഒരു 127 ബാക്കിയുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. സെമി മാർക്ക് ചെയ്ത് വെക്കുക. സെമി മീൻസ് ഹാഫ് ഓർ പാർഷ്യൽ. അടുത്ത തെർമ് മാർക്ക് ചെയ്യണം, ബിക്കോസ് അത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തത് ട്രീ, TRI, ട്രൈ ഓർ ട്രീ, എന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് അത്രേ ഉള്ളൂ, 3 എണ്ണം കേട്ടോ. സെമി, തെർമ്, ട്രൈ, 3 എണ്ണം മാർക്ക് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോമൺ സഫിക്സസ് പഠിക്കാം. സഫിക്സസ് അതായത് നമ്മളുടെ ഒരു വേർഡിന്റെ എൻഡ് പാർട്ടിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലെറ്റർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സഫിക്സ് എന്ന് വിളിക്കാം. സോ നമുക്ക് കുറച്ച് സഫിക്സുകളെ നമുക്ക് പരിചയപ്പെടാം, അതിന്റെ മീനിങ് അങ്ങനെ തന്നെ പഠിച്ചാലേ നമുക്ക് എന്താ പറയാ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു വേർഡിന്റെ ഒരു പാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആൽജിയ ഒന്നാമത്തെ സഫിക്സ് അതാണ്. ആൽജിയ, ALGIA. ആൽജിയ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു റൂട്ട് വേർഡ് ഉണ്ടാവും, അതിന്റെ ഒപ്പമായിരിക്കും എന്ത് ചെയ്യുക? ആൽജിയ എന്ന് പറയുന്ന അറ്റത്ത്, അതായത് വേർഡ് കഴിയുമ്പോൾ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ വരുമ്പോ ആ വേർഡിന് ആ ഒരു ബാക്കിയുള്ള ഭാഗത്തും കൂടി ചേർത്ത് വരുമ്പോ ആ ആൽജിയ എന്ന് പറയുന്ന പർട്ടിക്കുലർ സഫിക്സ് അതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു പെയിൻ, പെയിനുമായി ബന്ധപ്പെട്ടത് എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. നമ്മളെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് മീനിങ് മാത്രം പഠിക്കാം. ആസ്തൻ, ASTHEN. ഈ മുമ്പിൽ ഒരു വരയിട്ടേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അവിടെ വേർഡ് ഉണ്ട്, ആ മുമ്പിൽ ആ വേർഡ് കഴിഞ്ഞിട്ടാണ് ആ പറഞ്ഞ സഫിക്സ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു മുമ്പിൽ ഒരു ഹൈഫൺ കിടക്കണേ. കാര്യം മനസ്സിലായത് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് മുമ്പിൽ എല്ലാ വേർഡിന്റെ മുമ്പിൽ ഓരോ വരയിട്ടുണ്ട്? എന്താണോ വരാമെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. ബിക്കോസ് ആ വേർഡിന്റെ മുമ്പിൽ
നമുക്ക് അതിന്റെ പർട്ടിക്കുലർ റൂട്ട് വേർഡ് ചേർക്കാനുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഏതാണ് ഞാൻ പറയാം. അതായത് ലെങ്കോസൈറ്റ്, അങ്ങനെയൊക്കെ ചില ആ സൈറ്റ് CYTE എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ 6ാമത്തെ കാണുന്നുണ്ടാവും. 6ാമത്തെ സഫിക്സ് സൈറ്റ്. ലെങ്കോസൈറ്റ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെൽസിന്റെ വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സൈറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് അതിന്റെ മീനിങ്. പക്ഷെ അതിന് മുമ്പിൽ എന്തെങ്കിലും റൂട്ട് വേർഡ് കൂടി ഉണ്ടാകും. ഇറ്റ് ബിക്കംസ് അനദർ വേർഡ്, മറ്റൊരു വേർഡായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഹൈഫൻ ഇട്ടേക്കുന്നത്. അടുത്ത ബ്ലാസ്റ്റ്, ഇമ്മച്വർ സെൽ എന്നാണ് അതിന്റെ മീനിങ്. ഇമ്മച്വർ സെല്ലിന് അത്രയധികം മെച്യൂർഡ് ആകാത്ത സെല്ല്, അത് ഞാൻ കാണിക്കാനാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിക്കാം. അടുത്ത CELE, സെലി. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്, എന്തെങ്കിലും നീർക്കെട്ട് അല്ലെങ്കിൽ ട്യൂമർ, മുഴ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് സെലി. CELE, ഇറ്റ്സ് റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. അടുത്തത് സെന്റസിസ് ആണ്. അത് ഇറ്റ്സ് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ അവർ ബോഡി ഓർഗൻ. When it is punctured, it often drives surplus fluid. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പങ്ക്ചേഴ്സ്, ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോ അവിടെ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡുകൾ ഇങ്ങനെ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയുക, അങ്ങനെ ഒരു പ്രോസസ്സ്. ആ ഡ്രെയിൻ ചെയ്യുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, സാമ്പിൾ അനാലിസിസിന് വേണ്ടിയിട്ട് സാമ്പിൾസ് ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സഫിക്സ് ആണ് സെന്റസിസ്. CENTESIS, synthesis. It's relating to the procedure in organ or body cavity when it is punctured, often drives surplus fluid, and it is sent for sample analysis. അതിന്റെ സാമ്പിൾസ് കൊടുത്ത് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ആ ഫ്ലൂയിഡ് എടുക്കുക. അതാണ് സെന്റസിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ സഫിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത സൈറ്റ്, നേരത്തെ പറഞ്ഞു സെൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ലെങ്കോസൈറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലെങ്കോസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്ടോമി, ECTOMY, സർജിക്കൽ റിമൂവൽ ആണ്. സർജറിയിലൂടെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് എന്തെങ്കിലും റെഫർ ചെയ്തോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യോ സജഷൻ ആയിട്ടൊക്കെ ഇങ്ങനെ മെഡിക്കൽ ചാർട്ടിൽ പേഷ്യൻസിന് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ ECTOMY എന്തെങ്കിലും ഒരു വേർഡിന്റെ കൂടെ അത് ചേർന്ന് വരുമ്പോ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഷോർട്ട് ആക്കി അവർക്ക് അത് ആ സഫിക്സ് ഉപയോഗിക്കാം. അത് നീട്ടി പിടിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ഈമിയ, AMIA, അനീമിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ANE എന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ ചേർത്തിട്ട് ആണ് ബാക്കി ഭാഗം ചേർക്കുക. റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡില് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അനീമിയ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആണ്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന കുറവ്, അതിങ്ങനെ കുറഞ്ഞു പോകുമ്പോഴാണ് അനീമിയ എന്ന് പറയുന്ന രോഗം അല്ലെ. വിളറിയിരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അല്ലെ. അത് ഇതിന്റെ കുറവുണ്ട്. അതിന് പറയും ആ EMIA എന്ന് പറയുന്ന ആ ഒരു സഫിക്സ് ചേർത്തിട്ട് അനീമിയ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കുമ്പോ അനീമിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സഫിക്സിന് ഒരു എക്സാമ്പിൾ ആണ്. അനീമിയ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ കൂടെ ഒരു റൂട്ട് വേർഡ് കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ റെഡ് ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന ലാക്ക്, അതിന്റെ ഒരു അളവിലുണ്ടാകുന്ന കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ക്ലിയർ, മനസ്സിലായോ? കോമൺ സഫിക്സുകൾ 1 മുതൽ 8 വരെ അതില് മാർക്ക് ചെയ്യേണ്ടത് 4 എണ്ണമാണ്. മാർക്ക് ചെയ്യാം. ആൽജിയ പറയുന്നത് മാർക്ക് ചെയ്യാം. CELE, സെലി, ദാറ്റ് മീൻസ് 4ാമത്തേത്. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് 6ാമത്തേത് സൈറ്റോളജി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈറ്റോളജി. നമ്മളുടെ എന്താ പറയാ സെൽസിന്റെ ഫങ്ഷൻസ്, സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പൊ സൈറ്റ് സെല്ല് റിലേറ്റഡ് ആണ്, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത EMIA, മിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്, ബ്ലഡിലുള്ള ചില സബ്സ്റ്റൻസുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ. അനീമിയ അതിനൊരു എക്സാമ്പിൾ ആണ്. ലാക്ക് ഓഫ് റെഡ് ബ്ലഡ് സെൽസിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം, അതാണ് അനീമിയ. 4 മാർക്ക് ചെയ്തോ? ആൽജിയ 1ാമത്തേത്, 4ാമത്തേത്, 6ാമത്തേത്, 8ാമത്തേത്, അങ്ങനെ 4. ഓക്കെ, അടുത്തത് ജെനിക്. അതും സഫിക്സുകൾ തന്നെയാണ് കേട്ടോ. സഫിക്സ് തീർന്നിട്ടില്ല. സഫിക്സ് ഇവിടെ ഉണ്ട്, 37 എണ്ണം ഉണ്ട്. ജെനിക് ആണ്, GENIC, ജെനിക്, റിസൾട്ടിങ്, അതിന്റെ ഫലമായി എന്നൊക്കെ. റിസൾട്ടിങ് എന്നാണ് അതിന്റെ മീനിങ്. ഗ്രാം, റെക്കോർഡ്, ആൻജിയോഗ്രാം,
ആൻജിയോഗ്രാം നടത്തുന്നത് എന്തോ റെക്കോർഡ് ചെയ്യാനാണ്. എന്ത് നമ്മുടെ ഹാർട്ടിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് റെക്കോർഡിങ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുക. അപ്പൊ ആൻജിയോഗ്രാം മീൻസ് അപ്പൊ ആൻജിയോ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഗ്രാം കൂടി ചേർത്ത് കഴിയുമ്പോൾ അത് അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഗ്രാം എന്നുള്ളത് ഇതിന്റെ വേർഡ് മീനിങ് റെക്കോർഡ് എന്നാണ്. ഗ്രാഫ് അത് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് റെക്കോർഡിംഗ് അല്ല. ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി മാറ്റം വന്നു. റെക്കോർഡ് അല്ലെങ്കിൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റെക്കോർഡ്. ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉപകരണം, അതാണ് ഒരു ഉപകരണമാണ് അല്ലെ. അതാണ് ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ് എന്ന് ഓർക്കുക. അതൊരു ഉപകരണമാണ്. റെക്കോർഡ് അല്ലെങ്കിൽ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം, അത് ഗ്രാഫ്. അടുത്ത എന്താ? ITIS സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നീർക്കെട്ട്, എന്താ പറയാ, നീര് വെക്കുക. ആർത്രൈറ്റിസ് അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഈ ലെസൺ തുടങ്ങിയപ്പോ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോ ബിഗിനിങ്ങിൽ നമ്മൾ ആ ഒരു ഇതിൽ കണ്ടു. സഫിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന എന്താ പറയാ ആർത്തർ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ITIS ചേർത്ത് എന്താക്കി? ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇൻ ദ പാർട്ട് ഓഫ് ജോയിന്റ്, ജോയിന്റുകളിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ്, സന്ധിവാതം എന്നൊക്കെ പറയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ITIS എന്ന് പറഞ്ഞ എന്താ പറയാ സഫിക്സ്, അതിന്റെ മീനിങ് സ്വെല്ലിംഗ് ചേർത്തിട്ടാണ്. ഓക്കെ, അടുത്തത് LYSIS പാരലൈസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ ചേർത്തിട്ടാണ് LYSIS. അതിന്റെ മീനിങ് ഡിസ്ട്രാക്ഷൻ, ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ, ഡിസ്ട്രക്ഷൻ, നശിക്കുക, നാശമാകുക. ഓക്കെ, മെഗലി, MEGALY, മെഗലി മീൻസ് എക്സ്പാൻഷൻ, അതിന്റെ വികസിച്ചത് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തത് എന്നൊക്കെ നമുക്ക് പറയാം മെഗലി. അടുത്ത ഓളജി, എന്താണ്? ഓങ്കോളജി, പാത്തോളജി, ഒഫ്താൽമോളജി. ആ OLOGY ഓളജിന്റെ മീനിങ് സയൻസ് ഓഫ്, ശാസ്ത്രമാണ്. ഓങ്കോളജി ഇസ് ദ സയൻസ് ഓഫ് ദ സ്റ്റഡി റിലേറ്റിംഗ് ടു ക്യാൻസർ. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത്? ഓങ്കോളജി. കണ്ടോ? അപ്പൊ OLOGY എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഓളജി എന്ന് പറയുന്നത് സയൻസ് ആണ്. അടുത്ത OMA, OMA അതെന്താണ്? ട്യൂമർ ആണ്. ട്യൂമർ നമുക്കറിയാം, മുഴകളാണ്. അതിന് വേണ്ടിയിട്ട് OMA എന്ന് പറയുന്ന സഫിക്സ് ആണ് ഉപയോഗിക്കുക. OSIS റിലേറ്റിംഗ് ടു ഡിസീസ്, അതായത് ഡിസീസിന്റെ പ്രോസസ് ആണ്. ഏതെങ്കിലും ഡിസീസുകളുടെ പ്രക്രിയകൾ, അതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ OSIS എന്ന് പറയുന്ന സഫിക്സ് ആണ് ഉപയോഗിക്കുക. അടുത്ത ഓസ്റ്റോമി, OSTOMY സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ്. അതായത് ഒരു എന്താ പറയാ ഹോള് അല്ലെങ്കിൽ ഒരു ചെറിയ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ട് സർജറിക്ക് വേണ്ടിയിട്ടേ നടത്തുന്ന ഓപ്പണിങ്സ് അല്ലെങ്കിൽ ഹോള്, അതാണ് OSTOMY. ഓസ്റ്റോമി എന്ന് പറയുന്ന സഫിക്സ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓട്ടോമി അതെന്താണ്? സർജിക്കൽ ഇൻസിഷൻ ആണ്. സർജറി ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. സർജറി ചെയ്തിട്ട് എന്തെങ്കിലും കടത്തി വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സഫിക്സ് ആണ് ഓട്ടോമി, OTOMY. പാത്തി, ഇതാണ് പാത്തോളജി എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഡിസീസ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ പാത്തി എന്ന് പറയുന്നത് ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് എ ഡിസീസ്. ഒരു രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്, ആ ഒരു സിസ്റ്റം, അതിനെ പാത്തി എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫാഗിയ, FPHAGIA, ഫാഗിയ റിലേറ്റിംഗ് ടു swallowing or eating. നമ്മൾ കഴിക്കുക, വിഴുങ്ങുക എന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ മരുന്ന് ഇങ്ങനെ വിഴുങ്ങണം എന്ന് പറയും, ചിലത് ചൂ ചെയ്ത് കഴിക്കണം എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അവര് ഉപയോഗിക്കുന്ന വേർഡാണ്, സഫിക്സ് ആണ് ഫാഗിയ. ഫാസിയ, PHASIA സ്പീച്ച് റിലേറ്റഡ് ആണ്, സ്പീച്ച്, സംസാരം. ആൻഡ് ഫോബിയ അതൊരു തരം ഫിയർ ആണ്. ചില കാര്യങ്ങളോട് ചില ആൾക്കാർക്ക് ഒരു ഫിയർ വരും. ചിലർക്ക് മുകളിലേക്ക് കയറാനുള്ള പേടി, താഴേക്ക് നോക്കുമ്പോ പേടി, വെളിച്ചത്തെ പേടി, ഇരുട്ടിനെ പേടി, കേട്ടറില്ലേ അങ്ങനെ അതൊക്കെ. അപ്പൊ ഫോബിയ എന്നൊക്കെ പറയും നമ്മൾ. ഫോബിയ എന്ന് പറയുന്നത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഇത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, സഫിക്സ് ആണ് ഫോബിയ, PHOBIA. ഫിയർ എന്നാണ് അതിന്റെ മീനിങ്. പ്ലാസ്റ്റിക് സർജറിയെ സൂചിപ്പിക്കാനാണ് പ്ലാസ്റ്റി എന്ന സഫിക്സ് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് സർജറി ഒക്കെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പ്ലീജിയ, PLEGIA പാരലൈസിസ്, പാരലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ തളർവാദം, ഒരു എന്തെങ്കിലും ഒരു ഭാഗമോ പാർട്ട് ഓഫ് ദ ബോഡിയോ മൊത്തത്തോടെയൊക്കെ പാരലൈസ്ഡ് ആയി പോകുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് പ്ലീജിയ.
അടുത്ത നിയ, PNEA, റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. നമുക്ക് എന്താ പറയാ, ശ്വാസം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് PNEA, നിയ എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിക്കുക. അടുത്ത ടോസിസ്, PTOSIS, ഡ്രൂപ്പിംഗ്, സാഡിങ്, അതായത് ഒരു ഇച്ചിരി മൂടിയായിട്ട്, ഇത് ഗ്ലൂമി ആയിട്ട്, ഡ്രൂപ്പിംഗ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റേജ്, RRHAGE, റേജ് എന്ന് പറയുന്നത് അത് എക്സസീവ് ഫ്ലോ, നമ്മൾ എന്താ പറയാ, അതുപോലെ തന്നെ രണ്ടും അത് ഒരേ മീനിങ് ആണ്. റേജിയ അതുപോലെ തന്നെ റേജ് എന്ന് പറയുന്നതൊക്കെ ഡയേറിയ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഡയേറിയ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ്. അത് ഫ്ലോ, എക്സസീവ് ഫ്ലോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമുക്ക് എന്താ പറയാ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓവർഫ്ലോ വരിക അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്യുക, അതിനെ ഡിസ്ചാർജ് ചെയ്യുക, അതിനൊക്കെയാണ് RRHAGEയും RRHAGIAയും രണ്ടും ഉപയോഗിക്കാം. അതിന് രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഓവർഫ്ലോ എന്നാണ്, എക്സസീവ് ഫ്ലോ എന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, മാർക്ക് ചെയ്യാം, മാർക്ക് ചെയ്യാട്ടാ. ഒന്നാമത്തെ ITIS ആണ്, ITIS, അത് മാർക്ക് ചെയ്യാം. 12ാമത്തെ ആണ് സ്വെല്ലിംഗ് ആണ് ഇതിന്റെ മീനിങ്. OLOGY, OLOGY. 15ാമത്തെ സയൻസ് ഓഫ് എന്നാണ് മീനിങ്, OLOGY. അടുത്തത് ഫോബിയ ഉണ്ട്, ഫോബിയ മാർക്ക് ചെയ്യാം. പ്ലാസ്റ്റി മാർക്ക് ചെയ്യാം, പ്ലീജിയ മാർക്ക് ചെയ്യാം. അടുത്തടുത്ത 3 കേട്ടാ, ഫോബിയ, പ്ലാസ്റ്റി, പ്ലീജിയ. ഫോബിയയുടെ മീനിങ് ഇറേഷണൽ ഫിയർ ആണ്, ആവശ്യമില്ലാത്ത പേടി. പ്ലാസ്റ്റി, പ്ലാസ്റ്റിക് സർജറി ആണ്. പ്ലീജിയ, പാരലൈസിസ് ആണ്. ആൻഡ് ടോസിസ്, PTOSIS, അത് ഡ്രൂപ്പിംഗ് എന്നാണ് അതിന്റെ മീനിങ്, അത് മാർക്ക് ചെയ്യാം. മൊത്തം 6 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കറക്റ്റ് ആണോ? 6 എണ്ണം. മാർക്ക് ചെയ്യില്ല എല്ലാവരും മാർക്ക് ചെയ്യണ്ട. കാരണം ഇനി ലാസ്റ്റ് വരുമ്പോ ഇതെല്ലാം കൂടി ഞങ്ങളെങ്ങനെ പഠിക്കും എന്ന് ഓർത്ത് ഒന്നും പഠിക്കാത്ത അവസ്ഥയിലേക്ക് പോകരുത്. അതിനാണ് ഈ പറയുന്നത്. എല്ലാം കുറെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ലേ. അപ്പൊ കുറച്ച് അത് മാർക്ക് ചെയ്ത് നമ്മൾ കുറച്ചുള്ളൂല്ലോ എന്ന് ഓർത്തെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റേതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് RRHAPHY, അത് എന്താണ്? സെർച്ചർ ഓഫ്, റിപ്പയർ ചെയ്യുക. റിപ്പയർ ചെയ്യുന്ന ഒരു വേർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാം. RRHAPHY അറിഞ്ഞിരിക്കുക. RRHEA നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ മറ്റൊരു സഫിക്സ് കൂടിയാണ്. ഡയേറിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഫ്ലോ ഓർ ഡിസ്ചാർജ്, പുറത്തേക്ക് എന്താ പറയാ പോവുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ഓഫ് യൂറിൻ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് RRHEA എന്ന് പറയുന്ന സഫിക്സ് ആണ് ചേർക്കുക. അടുത്തത് സ്കോപ്പ്, SCOPE, അതെന്താ? ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, എന്തെങ്കിലുമൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. മൈക്രോസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്, കണ്ട മൈക്രോസ്കോപ്പ് എന്താ? മൈക്രോസ്കോപ്പ് എന്താ? നമുക്ക് ടു എക്സാമിൻ എന്താ പറയാ വളരെ ടൈനി ഒബ്ജക്ട്സ് അല്ലെ, വിച്ച് കനോട്ട് ബി സീൻ വിത്ത് അവർ നൈക്കഡ് ഐ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക അല്ലെ. ഹോസ്പിറ്റൽസിൽ മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം ഉണ്ടെന്നൊക്കെ നമുക്കറിയാലോ. ലാബുകളിൽ പല ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒക്കെ എടുത്ത്, ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ എന്താ പറയാ നോക്കി അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ബ്ലഡിനകത്തുണ്ടോ എല്ലാ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ഒക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് അവര് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കുക അല്ലെ. അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പരിശോധിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സഫിക്സ് ആണ് സ്കോപ്പ് എന്ന് പറയുന്നത്. സ്കോപ്പി എന്ന് പറയുന്നത് എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്. അത് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റുകൾ, ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കില്ലേ, ആ പരിശോധിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയാ സഫിക്സ് ആണ് സ്കോപ്പി. അതെ, അതിന് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ എൻഡോസ്കോപ്പി അല്ലെ, എൻഡോസ്കോപ്പി, ഫ്ലൂറോസ്കോപ്പി. റേഡിയോളജിയിൽ ഫ്ലൂറോസ്കോപ്പി ഉപയോഗിക്കും. എൻഡോസ്കോപ്പി എന്താ പറയുക, നമ്മുടെ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോ വയറിനകത്ത് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന നഴ്സുമാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലൊക്കെ
അപ്പൊ അവിടെ ബോവൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നത് സ്പെഷ്യലായിട്ട് എന്താ പറയാ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നഴ്സുമാരാണ്. സാധാരണ നഴ്സസിനെ കൊണ്ട് പറ്റില്ല. അപ്പൊ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്, എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് പരിശോധിക്കുന്ന രീതി, അതിനെയാണ് എൻഡോസ്കോപ്പി എന്ന് വിളിക്കുക. അതന്നെ നമ്മുടെ വൻകുടൽ, ചെറുകുടൽ, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ. അടുത്ത SIS എന്താണ്? പ്രോസസ്, ഒരു ആക്ഷൻ, ഒരു പ്രോസസ്, ഒരു കണ്ടീഷൻ, അതിലേക്കാണ് SIS എന്ന സഫിക്സ് കൊണ്ട് ഉപയോഗിക്കുക. ടാക്സിസ് TAXIS ഓർഡർ, അറേഞ്ച്മെന്റ്, ക്രമം, ആ ക്രമം എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സഫിക്സ് ആണ് ഉപയോഗിക്കുക, TAXIS. അടുത്ത ട്രോഫിക്, TROPHIC, റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോഷകാഹാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ TROPHIC എന്ന് പറയുന്ന സഫിക്സ് ആണ് ഉപയോഗിക്കുക. അടുത്ത യൂറിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, സബ്സ്റ്റൻസ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു യൂറിൻ. അപ്പൊ അല്ലെങ്കിൽ യൂറിൻ എന്താ പറയാ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളെ സൂചിപ്പിക്കാൻ URIA എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിക്കുന്നു മെഡിക്കൽ ടെർമിനോളജിയിൽ. ക്ലിയർ? മാർക്ക് ചെയ്യാം. സ്കോപ്പ്, സ്കോപ്പി രണ്ടും മാർക്ക് ചെയ്യണം. ആൻഡ് ട്രോഫിക് മൂന്നെണ്ണാണ്. സ്കോപ്പ്, സ്കോപ്പി ആൻഡ് ട്രോഫിക് മൂന്നെണ്ണം. കിട്ടിയോ? അടയാളപ്പെടുത്തിയോ? അടയാളപ്പെടുത്തിയെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മളുടെ സഫിക്സ്, പ്രിഫിക്സ് പറഞ്ഞു കഴിഞ്ഞു. നമ്മള് പ്രിഫിക്സിനകത്ത് വരുന്ന വേർഡുകളും അതിനകത്ത് ഉപയോഗിക്കുന്ന അതിന്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്സും പറഞ്ഞു. സഫിക്സുകൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, 37 ഉണ്ടായിരുന്നു, മറ്റേത് 127 ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് റൂട്ട് വേർഡ്, ദാറ്റ് മീൻസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ്, ഒരു വേർഡിന്റെ ഏറ്റവും ചീഫ് പാർട്ട്, മുഖ്യമായ ഭാഗം, അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് വിളിക്കുക. ആ ഫസ്റ്റ് പേജിൽ ഓരോ സാധനത്തിനും ഓരോ സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത്? മെഡിക്കൽ ടെർമിനോളജി, ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ഓർ ലാറ്റിൻ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. അങ്ങനത്തെ കുറച്ച് സെന്റൻസുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രിഫിക്സ്, എ പ്രിഫിക്സ് മീൻസ് എ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ആ സെന്റൻസ് പഠിച്ചിരിക്കണം. Prefix attached to the beginning of a word. Suffix attached to the end of a word. Word അറ്റത്ത് അറ്റാച്ച് ചെയ്യുന്നത്. റൂട്ട് വേർഡ്, ചീഫ് പാർട്ട് ഓഫ് ദ വേർഡ്, അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് വിളിക്കുക. അതെല്ലാം സെന്റൻസുകൾ അങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞതാണ് ഓർത്തപ്പാൻ. ഓക്കെ, പറഞ്ഞിരുന്നു അന്ന്. അപ്പൊ ഒന്നുകൂടി കേട്ടപ്പോ ഞാൻ ഓർത്തതാണ്. സ്റ്റീം അല്ല, സ്റ്റെം, STEM കേട്ടാ, സ്റ്റെം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് പഠിക്കാം? റൂട്ട് വേർഡ്സ് പഠിക്കാം. അപ്പൊ പ്രധാനപ്പെട്ട റൂട്ട് വേർഡുകളും റൂട്ടിന്റെ ഒപ്പമാണ് ഈ പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർന്ന് വരുന്നത് കേട്ടോ. ഈ റൂട്ട് വേർഡിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ വരും. ഇപ്പൊ മുമ്പിൽ വരുമ്പോ അത് പ്രിഫിക്സ് ആയി, വേർഡ് കഴിഞ്ഞു വരുമ്പോ അത് സഫിക്സ് ആയി. അങ്ങനെ അതൊക്കെ ചേർത്ത് ഒന്നുകിൽ പ്രിഫിക്സ് ചേർത്ത് മറ്റൊരു വേർഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സഫിക്സ് ചേർത്ത് മറ്റൊരു വേർഡ് ഉണ്ടാക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടെർമിനോളജിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റൂട്ട് വേർഡ്സ് നോക്കാം. എക്കോ, ACOU, അക്കോ, ഹിയർ, കേൾവി, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ADIP, അഡിപ്പ്, ഫാറ്റ് എന്നാണ് അതിന്റെ മീനിങ്. ALB, വൈറ്റ്, WHITE, വൈറ്റ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് മാർക്ക് ചെയ്ത് തരുന്നത്. ആഫ്റ്റർവേർഡ്സ് നമ്മളിപ്പോ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി മാറുമ്പോൾ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളറിയില്ല. അപ്പൊ പതുക്കെ നിങ്ങൾ അതിന് മുഴുവനും പഠിച്ചിരിക്കും. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അത് പഠിക്കും. നമ്മളിപ്പോ യൂസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ. ഇത് നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റൽസിന്റെ ഭാഗമായി നമ്മൾ അവരുടെ ഒരു പാർട്ടായി കഴിയുമ്പോൾ നമ്മൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞും കേട്ടൊക്കെ അറിഞ്ഞ് പഠിക്കും. അപ്പൊ കേട്ട് പഠിക്കും കുറെ കാര്യമൊക്കെ. അങ്ങനെ മാത്രമല്ല നമ്മൾ യൂസേജ് കൊണ്ട് പഠിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഫറൻസിന് വേണ്ടി ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക അതൊക്കെ എന്തൊക്കെയാണ്. ആൽബ്, വൈറ്റ് ആണ്, WHIT, വൈറ്റ്, ആ ഒരു കളറിനെ സൂചിപ്പിക്കാനാണ് ആൽബ്. അപ്പൊ ഈ എന്താ പറയാ ചിലപ്പോ ഇങ്ങനെ കണ്ണൊക്കെ വിളറിയിരിക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ കളറൊക്കെ സൂചിപ്പിക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട്. അടുത്ത ആൽജസ്, ALGES, പെയിനിനെയാണ് സൂചിപ്പിക്കുക. ANDR, ആൻഡ് എന്താണത്? മെയിൽ, പുരുഷന്മാരെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാൻ വേണ്ടി മെയിൽ, MALE, ALDR, ആൻഡർ.
ആർട്ട എന്ന് പറയുന്നത് AORTA. അതായത് നമ്മുടെ ഒരു ലാർജ് എന്താ പറയാ ആർട്ടറി ആണ്, വലിയൊരു ധമനിയാണ്. അത് നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്ന ഒരു ലാർജ് ആർട്ടറി, അതിനെ പറയുന്ന പേരാണ് കേട്ടോ AORTA എന്ന് പറയുന്ന ആർട്ട എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ്. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ആൻഡ് അക്വ നമുക്ക് എല്ലാവർക്കും അറിയാം. അക്വാട്ടിക് പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, വെള്ളത്തിൽ വളരുന്ന ചെടികൾ, അതിനെയാണ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉദ്ദേശിക്കുക. അപ്പൊ വാട്ടർ, അക്വ മീൻസ് വാട്ടർ എന്ന് തന്നെയാണ് അർത്ഥം. ആസ്ഫിക്സിയ, അതായത് ആസ്ഫിക്സിയ ASPHYXIA, അതായത് ഇറ്റ്സ് ദ ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് യൂണിറ്റ് എന്താ പറയാ മെഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആവശ്യത്തിലധികം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിന്റെ ഫലമായിട്ട് ബിക്കംസ് അൺകോൺഷ്യസ്, നമുക്ക് എന്താ പറയാ തലച്ചുറ്റില് ബോധാവസ്ഥയിലായി പോവുക, അങ്ങനെയൊക്കെ വരാൻ സാധ്യത. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡാണ് ആസ്ഫിക്സിയ ASPHYXIA. അത് ആസ്തൻ, വീക്ക്, ക്ഷീണിച്ചത് എന്ന് അർത്ഥം വരുന്ന ഒരു വേർഡാണ് ASPHEN, വീക്ക്. ഓഡി മീൻസ് ഹിയർ, ഒന്നാമത്തെ ഹിയർ തന്നെ മീനിങ് വരുന്ന ഇതാണ് ACOU, ഹിയർ. അത് കേൾവിയാണ്. ടു ഹിയർ ആണ്, കേൾക്കുക. ഓഡിറ്ററി അല്ലെ, ഓഡിബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ കേൾവിയുമായി ബന്ധപ്പെട്ടതാണ് AUDI എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ ANDR, ആൻഡർ, മെയിൽ ആണ് അതിന്റെ മീനിങ്, മെയിൽ. അക്വ ഒരു മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിൽ കണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് എളുപ്പം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാ മാർക്ക് ചെയ്തേക്കണേ കേട്ടോ. അക്വ വാട്ടർ ആണ്. ആസ്ഫിക്സിയ ASPHYXIA, അത് മാർക്ക് ചെയ്യുക. ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ ഓക്സിജന്റെ കുറവ്, അല്ലെങ്കിൽ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബോഡി. നമ്മുടെ ശരീരത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുക, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുക, രണ്ടും സെയിം അല്ലേ? ഓക്സിജന്റെ അളവ് കുറവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് കൂടുതലെന്ന്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഇറ്റ് റിസൾട്ട്സ് ഇൻ അൺകോൺഷ്യസ്, അബോധാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. ആസ്തൻ, വീക്ക്, ASPHEN, വീക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഓഡി എന്ന് പറഞ്ഞാൽ ഹിയർ എന്നാണ് അതിന്റെ മീനിങ്. ടു ഹിയർ. എത്ര മാർക്ക് ചെയ്തു? ആ പേജിൽ എത്ര മാർക്ക് ചെയ്തു എന്ന് പറയണേ. ആ പേജില് 5 + 3 8 നോക്കിയേ, മൊത്തം 8 ആ പേജില്. നേരത്തെ നമ്മൾ സഫിക്സിന്റെ ബാക്കി 3 ഉണ്ടായിരുന്നു, ഇപ്പൊ 5 പറഞ്ഞത്. അങ്ങനെ 5 + 3 8. കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാം. ബ്രോങ്കൈറ്റിസ് അല്ലെ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രോങ്ക് വിൻഡ് പൈപ്പാണ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് പൈപ്പാണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു വിൻഡ് പൈപ്പ്, നമ്മുടെ വായു ഒക്കെ അല്ലെ, എയറൊക്കെ പാസ് ചെയ്ത് പോകുന്ന ഒരു പൈപ്പാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടൊക്കെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ITIS ഇൻഫ്ലമേഷൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖം. അപ്പൊ അതിനെ സൂചിപ്പിക്കാനായിട്ടുള്ള റൂട്ട് വേർഡ് ബ്രോങ്ക് എന്നാണ്. വിൻഡ് പൈപ്പാണ് അതിന്റെ മീനിങ്. അടുത്തത് BUCC, ബക്ക്, അത് ചീക്കാണ് നമ്മളുടെ കവിൾത്തടം. അതിനെ സൂചിപ്പിക്കാനുള്ള ഒരു വേർഡാണ്, റൂട്ട് വേർഡാണ് BUCC. അടുത്ത ബേഴ്സ, BURSA, സാക്ക്, പൗച്ച്. ഇത് അറ അല്ലെ, അറ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു എന്താ പറയാ സഞ്ചി, സഞ്ചി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അല്ലെ, ഗാൾ ബ്ലാഡർ ഒക്കെ, അതൊരു സാക്കാണ് ശരിക്കും. അപ്പൊ ബേഴ്സ എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീനിങ് ആയിട്ട് വരുന്ന ബേഴ്സ എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുക. അത് കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ഹാർഡ് തിക്ക് സ്കിൻ, ഓൾസോ മെഷർമെന്റ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അതായത് നമ്മളുടെ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഹാർഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ, അതിനെയാണ് നമ്മൾ കാലസ് എന്ന് വിളിക്കുക. വേർഡ് ഓർത്തിരിക്കുക, കാലസ്, ഹാർഡ് തിക്ക് സ്കിൻ. അടുത്ത കാൽസിൻ, ക്യാൻസർ, CARCIN, കാൽസിൻ എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്ന വേർഡാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരിക. അടുത്തത് കാരോട്ടിഡ്, CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിനവിടെയുള്ള വലിയ ധമനികളുണ്ട്, വലിയ ആർട്ടറീസ് ഉണ്ട്, അതിനെയാണ് കാരോട്ടിഡ് എന്ന് പറയുന്ന വേർഡുകൾ സൂചിപ്പിക്കുക. കാർപ്പസ്, റിസ്റ്റ് ആണ്. റിസ്റ്റ് നമ്മുടെ വാച്ച് ഒക്കെ കിട്ടുന്നത് റിസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ.
ആ ഭാഗം, ആ വാച്ച് കെട്ടുന്ന ഭാഗം റിസ്റ്റ് ആണ് കാർപ്പസ്. സെന്റ് എന്ന് പറയുമ്പോ 100% എന്ന് കേട്ടിട്ടുണ്ടല്ലോ. 100% അല്ലെ, 8%. സെന്റ് എപ്പോഴും എന്തെല്ലാം സൂചിപ്പിക്കാം? ഔട്ട് ഓഫ് 100 അല്ലെ. 8%, 8/100. 10%, 10/100. 100th, 100 എന്ന് സൂചിപ്പിക്കാനാണ് സെന്റ്. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സെന്റിമീറ്റർ. 1 meter is equal to 100 centimeter കേട്ടുണ്ടല്ലോ. അടുത്തത് സെന്റി, CENTE, പങ്ക്ചർ ആണ്. അതായത് ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പങ്ക്ചേഴ്സ്, അതാണ് ബോഡിയിലെ ഏത് ബോഡി ക്യാവിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന പങ്ക്ചേഴ്സ്. സിലി, CILI, ഐലിഡിന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിഫിക്സിനകത്തും ഐലിഡ് വന്നിട്ടുണ്ട്. അപ്പൊ ബ്ലഫർ എന്ന് പറയുന്ന ഒരു വേർഡ് പ്രിഫിക്സ് ഓർക്കണ്ടോ? ബ്ലഫർ, BLEPHAR, ഐലിഡ് എന്നായിരുന്നു അതിന്റെ മീനിങ്. ഓർമ്മയുണ്ടാ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താ ഐലിഡ്? CILI, ഐലിഡ് തന്നെയാണ്. CLEID / അതായത് ക്ലെയ്ഡ്, ക്ലാവിക്കിൾ എന്ന് പറയുന്ന വേർഡിനെ സൂചിപ്പിക്കാനാണ് ക്ലെയ്ഡ് /O ഉപയോഗിക്കുക. എന്താണ് ക്ലാവിക്കിൾ? ക്ലാവിക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ എന്താ പറയാ ഷോൾഡറിന്റെയും നെക്കിന്റെയും ഇടയിൽ കാണുന്ന ഒരു തരം ബോണാണ് കേട്ടോ. ആ ബോൺ നോക്കിയിട്ട് ചില ആളുകൾ സൗന്ദര്യം ഉണ്ട് എന്ന് പറയും അല്ലെ, ബ്യൂട്ടി ബോൺ. ആണോ? അങ്ങനെയാണോ പറയാ? അത് വിസിബിൾ ആയിരിക്കണം, എന്നാലും ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നുമില്ല, അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ. ഇവിടെ ഇങ്ങനെ ബോൺ ഇങ്ങനെ നന്നായിട്ടൊക്കെ കാണാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്ത് ആളുകൾ അങ്ങനെയൊക്കെ ഇപ്പൊ സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവരൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ കുറെ വർക്കൗട്ടൊക്കെ ചെയ്തൊക്കെ ഉണ്ടാക്കും. അതൊക്കെയാണ് അതിന്റെ ഒക്കെ ഒരു ആ ബ്യൂട്ടി, ഒരാളുടെ ബ്യൂട്ടിയെ മെഷർ ചെയ്യുന്നതിനകത്ത് പങ്ക് വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഈ ബ്യൂട്ടി ബോണൊക്കെ വിസിബിൾ ആയിരിക്കണം, നന്നായിട്ട് കുഴിഞ്ഞ് ഈ ബോൺ ശരിക്കും കൊണ്ടൊക്കെ ഇരുന്ന് കാണണം. ഓക്കെ, അതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ക്യൂബിറ്റസ്, എൽബോ ആണ്, എൽബോ അല്ലെ, മുട്ടിന്റെ താഴെയുള്ള വശമാണ് എൽബോ. CYCL, സൈക്കിൾ, സർക്കിൾ എന്നൊക്കെ തന്നെയാണ് അതിന്റെ മീനിങ്. CYCL, സൈക്കിൾ. അതിന്റെ ഒരു ഈ അക്ഷരം മാത്രമേ ഇല്ലാതുള്ളൂ, സൈക്കിൾ എന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഡിജിറ്റ് എന്ന് ഫിംഗർ നമ്മുടെ ടോയിന്റെ ഭാഗം തന്നെ, കാലിന്റെ ഫിംഗേഴ്സിന്റെ ഭാഗമില്ലേ, അതൊക്കെ സൂചിപ്പിക്കാനാണ് ഡിജിറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക. EDE എന്നാണ് സ്വെല്ലിംഗ് എന്നാണ് അതിന്റെ മീനിങ്. EDE, സ്വെല്ലിംഗ് എന്നാണ് മീനിങ്. എസ്തസിസ്, അടുത്തത് എസ്തസിയോ, ESTHESIO എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കുമ്പോ റിലേറ്റിംഗ് ടു സെൻസേഷൻ, അതായത് നമ്മളിപ്പോ സെൻസിറ്റിവിറ്റി അളക്കാൻ വേണ്ടിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ സെൻസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു വേർഡാണ് എസ്തസിയോ കേട്ടാ. ഫെബർ, FEBR, ഫീവർ എന്നാണ് അതിന്റെ മീനിങ്. ഫ്ലെക്സ്, അതുപോലെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊരു സാധാരണ കോമൺ യൂസേജിൽ നമ്മൾ അതിന് ആ മീനിങ് തന്നെയാണ്. ബെൻഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലെക്സിബിൾ ആണ്. അതിന്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് അങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഫൊറാമൻ, FORAMEN, ഫൊറാമൻ മീൻസ് ഓപ്പണിംഗ് എന്ന് വെച്ചാൽ തുറന്നത്. ഇപ്പൊ ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഭാഗമൊക്കെ അല്ലേ, അതിനെയൊക്കെ നമ്മൾ ഓപ്പണിംഗ് എന്ന് വിളിക്കും. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഓരോ പ്രാവശ്യം നമ്മൾ പഠിച്ചാൽ മതി. ഫ്ലെക്സ്, ഫൊറാമൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴേക്ക് അത് തന്നെയാണ് ഫ്ലെക്സ്. ബെൻഡ് എന്നാണ് മീനിങ്. ഫൊറാമൻ അതിന്റെ ഓപ്പണിംഗ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഒന്ന് മാർക്ക് ചെയ്യേണ്ടത് ബ്രൗങ്ക്, വിൻഡ് പൈപ്പ് ആണ് മീനിങ്. ബ്രോങ്ക്. കാർസിൽ, CARCIL, ക്യാൻസർ എന്നാണ് മീനിങ്. കാർപ്പസ്, റിസ്റ്റ് എന്നാണ് മീനിങ്. കാർപ്പസ്, റിസ്റ്റ്. അപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു പോക്കോ, പിന്നെ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. CNT, അത് മാർക്ക് ചെയ്യാം. ടു പങ്ക്ചർ. നെക്സ്റ്റ് വൺ CYCL, സൈക്കിൾ, അതാണ് സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ തന്നെയാണ് മീനിങ്. ഫെബർ, FEBR, ഫീവർ എന്നാണ് മീനിങ്. എത്ര മാർക്ക് ചെയ്തു പറയാമോ? 6. അതെ, കറക്റ്റ് ആണ്. 6 എണ്ണം മാർക്ക് ചെയ്തു. നാലും കിട്ടിയുള്ള ഇതേതാ പറയാം, ഒന്നുകൂടി പറയാട്ടാ. ബ്രൗങ്ക് അതായത് 11ാമത്തെ, പിന്നെ 15 കാർസിൻ 15ാമത്തെ, 17 കാർപ്പസ്,
19 മാർക്ക് ചെയ്തില്ലായിരുന്നോ? 19 സെന്റി, CNTE, സൈക്കിൾ, CYCLE, ഫെബർ, FEBR. അപ്പൊ അറിയില്ലേ? 27ാമത്തെ. ഓക്കെ, യെസ്, ഒരു പേജ് കൂടി നമുക്ക് എടുക്കാം. അധികം വായി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് കുറണിക്ക് എന്നോട് ഇന്നിട്ട് പോകാൻ പറയും അല്ലെ? ഒരു പഠിക്കാലോ? ഈ ഒരു പേജ് കൂടി എടുക്കാം. ഓക്കെ അല്ലേ? യെസ്, നമ്മുടെ സമയമാവും. ഓക്കെ, അപ്പൊ നമുക്ക് 30ാമത്തെ സഫിക്സ് സോറി റൂട്ട് വേർഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 30ാമത്തെ ഫ്രാക്ക്, ഫ്രാക്ഷൻ, ബ്രേക്ക്, ഫ്രാക്ചർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ എന്താ? ബ്രേക്ക് ചെയ്യുക അല്ലെ? ഫ്രാക്ചേഴ്സ് ഉണ്ടായിന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ടുണ്ട്, ഒടിവുണ്ട് എന്നൊക്കെ. FRACT എന്ന് പറയുന്ന റൂട്ട് വേർഡ് ബ്രേക്ക് എന്നാണ് അതിന്റെ മീനിങ്. GEST, ജസ്റ്റ്, ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയാണ്. അതായത് വഹിക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ അർത്ഥമാണ് GST. GNO, നോ, KNOW, നോ, നോ എന്ന് പറയുന്ന GNO എന്ന് പറയുന്ന നോ, അതിന്റെ മീനിങ്ങും നോ തന്നെയാണ്, അറിയുക. അടുത്തത് ഗ്രാം, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ്. റെക്കോർഡ് നമ്മൾ നേരത്തെ ഗ്രാഫ് പറഞ്ഞു, സോറി ഗ്രാം നേരത്തെ പറഞ്ഞല്ലോ, തൊട്ട് മുന്നില് സഫിക്സിനകത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രാം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരുന്നത് അത് തന്നെയാണ് മീനിങ്, റെക്കോർഡ്. ഗ്രാഫ്, റൈറ്റ് റെക്കോർഡ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് എഴുതുന്ന ഒരു ക്രിയ, അതാണ് റെക്കോർഡ്, അത് തന്നെയാണ്. അടുത്ത ഹ്യൂമറസ്, HUMERUS, ബോൺ ഇൻ ദ അപ്പർ ആം, നമ്മുടെ കൈയുടെ മുകളിലുള്ള ഭാഗത്തെ ഒരു അസ്ഥി, അതിനെയാണ് ഹ്യൂമറസ്, HUMERUS, ബോൺ ഓൺ ദ പാർട്ട് ഓഫ് അപ്പർ ആം. അടുത്ത IDI, ഡിഫറന്റ്, ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യാസപ്പെട്ടത്, വ്യത്യസ്തമായത് എന്ന മീനിങ് വരുന്ന ഒരു റൂട്ട് വേർഡാണ് IDI. അടുത്ത IOD/O, അയോഡിൻ. കേട്ടിട്ടുണ്ടല്ലോ നമ്മള് അയോഡിൻ. അയോഡിൻ കണ്ടന്റ് ഉള്ള ഉപ്പ്, സോൾട്ട് ഒക്കെ കഴിക്കണം. എന്താണ് നമ്മുടെ തൈറോയിഡ് ഒക്കെ എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന ആളുകൾക്ക് അയോഡിൻ ഇതിന്റെ ഫുഡ് ഐറ്റംസിൽ പെടുത്തണം, എന്നാലൊക്കെ അത് കൺട്രോൾഡ് ആയിട്ട് ആവറേജിലേക്ക്, നോർമലിലേക്ക് ഒക്കെ എത്തുള്ളൂ. അപ്പൊ അയോഡിൻ എന്നതിനെ സൂചിപ്പിക്കാൻ തന്നെ IOD/O ആണ് ഉപയോഗിക്കുക. ലാക്റ്റ്, അതുപോലെ തന്നെ ലാക്ടോജൻ അല്ലെ? മിൽക്കിനകത്തുള്ളതാണ് ലാക്ടോജൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ലാക്ട്, മിൽക്ക് എന്ന മീനിങ് ആണ് ഉള്ളത്. ലാക്ട്. ലിങ്ക്, LINGU, ലിങ്ക്, ടങ്, നാവ്, അതാണ് അതിന്റെ മീനിങ്. MEN, മെൻ അല്ലെ? മന്ത്. മന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുണ്ടായിരുന്ന റൂട്ട് വേർഡ് MEN, മന്ത് ആണ് അതിന്റെ മീനിങ്. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് അങ്ങനെ വന്നത്. അടുത്തത് OCUL, ഐ, കണ്ണ് എന്നതുമായിട്ട് അർത്ഥം വരുന്ന ഒരു റൂട്ട് വേർഡാണ് OCUL. OV അല്ലെ? ഓവുലേഷൻ, എഗ് ഫെർട്ടിലൈസേഷന്റെ കാര്യമൊക്കെ നമുക്കറിയാം, ഓവുലേഷൻ. അപ്പൊ OV എന്ന് പറയുന്ന റൂട്ട് വേർഡ്, അതിന്റെ മീനിങ് എഗ് എന്ന് തന്നെയാണ്. പാൽപേജ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, തൊട്ട് എന്താ പറയാ പരിശോധിക്കുക. പല കാര്യങ്ങൾക്കും ചിലപ്പോൾ തൊട്ടൊക്കെ നോക്കി പരിശോധിക്കേണ്ടി വരും. ചില ഭാഗങ്ങളിൽ നമ്മളിപ്പോ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് മുമ്പിൽ വരുമ്പോൾ അവര് ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ്, എന്താണ് വേദന എന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? തൊട്ടൊക്കെ നോക്കും അല്ലെ? സ്പർശിച്ചു നോക്കി. അങ്ങനെ തൊട്ട് നോക്കി ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ, പരിശോധിക്കുന്നതിനെ പറയുന്ന പേരാണ് പാൽപേജ്. PALPAPA. PED, പീഡിയാട്രീഷ്യൻ, ചൈൽഡ്, ശിശു വിഭാഗം അല്ലെ? ശിശുരോഗ വിദഗ്ധൻ, പീഡിയാട്രീഷ്യൻ. അപ്പൊ PED എന്ന് പറയുന്ന അത്രയും ഭാഗം തന്നെ അതിന്റെ അർത്ഥമാണ് ചൈൽഡ്, ശിശു. അതിന്റെ ബാക്കി ഭാഗത്താണ് പീഡിയാട്രീഷ്യനും അല്ലെങ്കിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വരുന്നത്. അടുത്തത് എന്താ? പെർക്കസ്, PERCUSS, ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ട് ബൈ ടച്ച്, തൊട്ട് നോക്കി പരിശോധിക്കുക. ഇത് ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ് ആണ്, തട്ടിയൊക്കെ നോക്കിയിട്ട് പരിശോധിക്കുക. ചില ആളുകൾക്ക് പാരലൈസ്ഡ് ആയി പോകുമ്പോ തട്ടി നോക്കി അല്ലെങ്കിൽ നുള്ളി നോക്കിയൊക്കെ, കാരണം അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പൊ നമ്മൾ ഒരാൾ പിച്ച് അല്ലെങ്കിൽ തട്ടൊക്കെ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പെയിൻഫുൾ ആണെങ്കിൽ അവരിങ്ങനെ നീക്കും, കയ്യും കാലൊക്കെ പെട്ടെന്ന് അനക്കും. അപ്പൊ എത്രത്തോളം അവർക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്തും സ്ട്രൈക്ക് ചെയ്തും ഒക്കെ. അതാണ് അപ്പൊ പെർക്കസ് എന്ന് പറയുന്നത് സ്ട്രൈക്കിങ്ങിലൂടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന രീതിയാണ്. ഫോട്ടോ അറിയാലോ, ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ മീനിങ് ലൈറ്റ് എന്നാണ്. LIGHT, ലൈറ്റ്, പ്രകാശം. അടുത്ത പ്ലെയർ, PLEUR, പ്ലെയർ എന്ന് വെച്ചാൽ റിബ്, നമ്മുടെ വാരിയല് അതിന്റെ ഭാഗമാണ്, അതിന്റെ റിബാണ് അതിന്റെ മീനിങ്. PTO, ഫൂട്ട് എന്നാണ് മീനിങ്. ഫൂട്ട് അതായത് നമ്മുടെ കാല് എന്നർത്ഥം വരുന്ന PTO എന്ന് പറയുന്ന റൂട്ട് വേർഡാണ്. അടുത്ത എന്താ? PTYAL, സലൈവയാണ് കേട്ടോ.
അതായത് PTYAL എന്ന് പറയുന്ന റൂട്ട് വേർഡ്, ആ വേർഡ് ഉപയോഗിക്കുന്നത് സലൈവ എന്ന് പറയുന്ന ഉമിനീര്, അതാണ് അതിന്റെ മീനിങ്. PYR അതെന്താ? ഫയർ. ഉമിനീര്. അതന്നെ മലയാളത്തിൽ ഉമിനീര് തന്നെയാണ്. PYR എന്താണ്? ഫയർ. തീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് PYR എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ആൻഡ് ലാസ്റ്റ് വൺ റേഡിയസ് ആണ്. ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ കൈയുടെ മുമ്പിലുള്ള ഈ ഭാഗത്ത്, ഈ തമ്പിന്റെ അകത്ത്, തമ്പ് എന്ന് പറഞ്ഞാലോ ഈ തള്ളവിരലിന്റെ അടുത്ത് കാണുന്ന തരം ബോണാണ് അത്. റേഡിയസ് എന്നാണ് അറിയപ്പെടുക. ആ ഒരു ഭാഗത്തുള്ള എല്ലിനെയാണ് റേഡിയസ് എന്ന് പറയാം. ഇനി അല്ലാതെ കോമൺ യൂസേജിൽ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഫ്രം ദ സെന്റർ പാർട്ട് ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ആ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ ഒരു വൃത്തത്തിന്റെ നടുവിൽ നിന്ന്, കൃത്യം കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും പോയിന്റിലേക്കുള്ള ആ ഒരു ലെങ്ത്, ഡിസ്റ്റൻസ്, അതിനെയാണ് നമുക്ക് റേഡിയസ് വിളിക്കുക അല്ലെ. വൃത്തത്തിന്റെ ആരം, അതിനെ റേഡിയസ് വിളിക്കുമല്ലോ. അത് കോമൺ യൂസേജിൽ. അപ്പൊ രണ്ട് രീതിയിലും അവിടെ എഴുതിയിട്ടുണ്ട് റേഡിയസ്. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ രണ്ടും ഉപയോഗിക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നാമത്തെ എന്തായാലും ഉപയോഗിക്കേണ്ടി, ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, തമ്പിന്റെ അവിടെ ഉണ്ടാകുന്ന ഫോറാമിന്റെ ഒരു ബോണിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് ഉപയോഗിക്കുന്നത്. കോമൺ യൂസേജിൽ അത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും പോയിന്റിലേക്ക് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉള്ള അകലം, മെഷർമെന്റ്, റേഡിയസ്, ആരം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. GNO, നോ, GNO 32ാമത്തെ മാർക്ക് ചെയ്യാം. 34 GRAPH, നേരത്തെയും വന്നിട്ടുണ്ട്. GRAPH, റൈറ്റ്, റെക്കോർഡ് എന്നൊക്കെയാണ് മീനിങ്. PED, പീഡിയാട്രിക്, പീഡിയാട്രീഷ്യൻ, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. PED, ചൈൽഡ് അല്ലെങ്കിൽ ഫുഡ്. അടുത്ത PHOT, PHOT 46ാമത്തെ. PLEUR, റിബ് എന്നാണ് മീനിങ്. PLEUR. അടുത്തത് റേഡിയസ്. റേഡിയസ് അത് മാർക്ക് ചെയ്യാം. ഓക്കെ, 32, 34, 44, 46, 47, 52. 4, 2, 6. മാർക്ക് ചെയ്തോ? ഓക്കെ. അപ്പൊ എന്താ പറയാ, നമ്മുടെ സോളിമിക്സിന്റെ പോർഷൻസ് തീർന്നു കഴിയുമ്പോൾ ചിലപ്പോ ഇതിന്റെ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സ് എടുക്കും. കാരണം എനിക്ക് ഇനി അടുത്ത ഫ്രൈഡേ ക്ലാസ് ഉള്ളു. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, അബ്രിവിയേഷൻസ്, അതായത് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി മിസ്സാണല്ലോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത ആള് വേറെ കയറുമെന്ന് എടുത്തൊന്നും വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അബ്രിവിയേഷൻസ് ആണ് ഇത്രയൊക്കെ നമുക്ക് അതിന്റെ എക്സ്റ്റൻഡഡ് ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. അബ്രിവിയേഷൻ എന്താണോ അതിന്റെ ഒക്കെ ഫുൾ ഫോം അറിയണം. അപ്പൊ അതും ഇതുപോലെ മിസ് മാർക്ക് ചെയ്ത് തരും. നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കണ്ടേ. അത് നമ്മൾ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മിസ് നോട്ട് ചെയ്ത് തരും. അത് ചിലപ്പോ ടീച്ചറായിരിക്കും ആദ്യം വന്ന് ചിലപ്പോ തുടങ്ങുക. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അയ്യോ അത് അവിടെ ടീച്ചർ എടുത്തോണ്ടിരിക്കാന്നല്ലോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അത് ആര് വേണമെങ്കിലും എടുക്കും, നമ്മൾക്ക് ക്ലാസ് എടുത്ത് കിട്ടിയാൽ മതിയല്ലോ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അവർ വരാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ഫ്രൈഡേ കിട്ടുള്ളൂ. എടുത്ത് ഇപ്പൊ ടീച്ചർ എടുക്കും. അത് ലേബർ റൂം എടുക്കാനാണ് ഇപ്പൊ വരട്ടെ. ടീച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടേ എടുക്കുള്ളൂ, എടുത്തു തുടങ്ങുള്ളൂ. അതിന് മുമ്പ് എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ വന്ന് എടുക്കും. എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ, ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ അവിടെ വന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞാൻ എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ആദ്യം വന്നെടുക്കുന്നത് സോളിമിസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, ഇത് എന്തൊക്കെയാണോ ഇവിടെ കാണിച്ചു നടക്കണേ, ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടണേ. ടീച്ചർ വന്ന് കുറച്ചെടുക്കുന്നു, ആ ടീച്ചർ വന്ന് കുറച്ചെടുക്കുന്നു. ഇത് ഒരു ലെങ്തി ചാപ്റ്ററാണ്. ചിലപ്പോ ഇങ്ങനെ ഒരാൾ തന്നെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കുന്ന അത്ര എന്താ പറയാ ഈസി ആയിട്ടല്ല. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു തരാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളും ഞങ്ങളും ഒരേപോലെ പറഞ്ഞ് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മളിപ്പോ ടോപ്പിക് ഇങ്ങനെ മനസ്സിലാക്കി തരുന്ന പോലെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതൊരു ബൈഹാർട്ടായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞ ചാപ്റ്റർ 3 ചാപ്റ്റർ ഉള്ളൂ എന്നാ എടുക്കാനാണോ? എടുക്കാൻ ഇപ്പൊ ഓരോ ടീച്ചേഴ്സും അവരെടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലേ. ഇപ്പൊ ലേബർ റൂം ടീച്ചർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വരും അല്ലെ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ.
പേടിപ്പിക്കല്ലേ. ഞാൻ വിചാരിച്ചു ഇനി വേറെ 3 ചാപ്റ്റർ എവിടെന്നെങ്കിലൊക്കെ വരുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പറ്റുകയാണെങ്കിൽ ചൊവ്വാഴ്ച വന്ന്, അതായത് ട്യൂസ്ഡേ ക്ലാസ് കിട്ടുകയാണെങ്കിൽ മേ ബി ഞാൻ വരും, വന്നിട്ട് എടുക്കും. ഓക്കെ, ബൈ. അടുക്കാറായിട്ടുണ്ട്, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുക്കാറായിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് അവരുടെ സമയം കളയാതെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ ക്ലാസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തീർക്കാൻ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ബൈ.